സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊന്ന് അനുസ്മരിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ് ഇല്ലൂമിനാട്ടി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ഞാനത് ആദ്യം ഒന്നും ശ്രദ്ധിക്കാറില്ല. ഈ അടുത്തിടെ ഒരു വിവാഹ സൽക്കാരത്തോടനുബന്ധിച്ച് പങ്കെടുത്തപ്പോൾ അതിൽ കൂടുതലും ടീനേജായിട്ടുള്ള ആളുകൾ വളരെ ഉത്സാഹത്തോടു കൂടി ആടിത്തിമിർക്കുന്ന, ഈ പാട്ട് പാടി ആടിത്തിമിർക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു. അതിലെ വരികൾ എന്താണെന്ന് സത്യത്തിൽ അപ്പോഴാണ് മനസ്സിലായത്. എന്താ അതിലെ വരികൾ? പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുക, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, വഴി തെറ്റാനുണ്ട് അവകാശം. ഇത്തരത്തിലുള്ള, എനിക്കത് മുഴുവനൊന്നും അറിയില്ല, എനിക്കത് പഠിക്കണമെന്ന് തോന്നിയില്ല, പഠിച്ചുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തട്ടിയ 2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമായിട്ടുള്ള ചിന്താഗതികളാണ്. പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുക, ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അദ്യാക്ഷരം കുറിക്കലാണല്ലോ. അതേപോലെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, സോഡാ സർബത്ത് ഉണ്ടാക്കുക, പിന്നെ അവസാനം പറയുന്നത് എന്താ? വഴി തെറ്റാനും ഉണ്ട് അവകാശം. അപ്പോൾ ഈ സമൂഹം ഇത്തരത്തിൽ ചിന്തിക്കാൻ ഇടയായതിൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ ഗൃഹങ്ങളിലും കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അവസരത്തിൽ എല്ലാ അച്ഛനമ്മമാരും അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആയമാരായാലും ഫോണിലെ ഓരോരോ രംഗങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ തികച്ചും കുട്ടികളോട് സ്നേഹമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന അച്ഛനമ്മമാർ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് എനിക്ക് അതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാറില്ല. എൻ്റെ കുടുംബത്തിൽ ഞാനത് അനുവദിക്കാറുമില്ല. കാരണം ഈ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ ആ മൊബൈലിലുള്ള ഭീകര ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ദൃശ്യങ്ങളോ കണ്ട് അതിൽ മതിമയങ്ങിയിരിക്കുമ്പോൾ ആഹാരം വായയിൽ കൂടെ ഇങ്ങനെ തള്ളിക്കൊടുത്തത് സ്വാഭാവികമായിട്ട് വയറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആധുനിക ശാസ്ത്രങ്ങളും തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ് ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം, ആരോഗ്യം, അങ്ങനെ എല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളെല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാവാറുള്ളത്. ഇവിടെയാണ് നമ്മൾ കുറച്ച് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പഴയ കാലത്തൊക്കെ കുട്ടികൾക്ക് കൂടുതലും മുലയൂട്ടലാണ് നടത്താറുള്ളത്. അതങ്ങനെ വെറുതെ ഇരുന്ന് മുലയൂട്ടുമൊന്നും അല്ല. അമ്മമാർ കുട്ടികളെ മടിയിലിരുത്തി
പാല് കൊടുത്ത് നല്ല നല്ല കഥ കേൾക്കാൻ താല്പര്യമുള്ള പ്രായമാകുമ്പോൾ നല്ല നല്ല കഥകൾ മുലയൂട്ടുമ്പോഴെന്നല്ല, ഭക്ഷണം കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ, ആ പാട്ടൊരു കഥയായിരിക്കും. അതങ്ങനെ അവൻ്റെ ആ ചന്തിയിൽ പതുക്കെ താളം പിടിച്ചുകൊണ്ട്, കാരണം അത് അവനിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കൂടുതൽ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ആ കഥകളും പാട്ടുകളും ഒക്കെ അന്യം നിന്ന് പോയി, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്ന അവസരത്തിലാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഇടിച്ചു കയറ്റം ലോകത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ അമ്മമാർ ഒന്നുമില്ല സീരിയൽ കണ്ടുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. അമ്മമാർ സീരിയൽ കണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ സീരിയൽ കാണുമ്പോൾ, അല്ലെങ്കിൽ സീരിയൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് താല്പര്യമുള്ള ഈ യൂട്യൂബിലൊക്കെ പല പല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ. അത് ഭീകരമായിട്ടുള്ളതുണ്ട്, നർമ്മരസപ്രധാനമായിട്ടുള്ള പല രീതിയിലുള്ളതുണ്ട്. പക്ഷെ കൂടുതൽ കുട്ടികൾക്കും ഭീകരത അല്ലെങ്കിൽ അമാനുഷികത കാണാനാണ് താല്പര്യം കൂടുതൽ വരാറ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കുട്ടി ആഹാരം കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള വൈകൃതങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വരികൾ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പത്രം എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ടി വി തുറന്ന് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാലും ഈ റൗഡികളും ഗുണ്ടകളുമായിട്ടുള്ള ആളുകളുടെ പ്രായത്തെ നമ്മളൊന്ന് നോക്കൂ. വളരെ കൊച്ചു കൊച്ചു കുട്ടികളാണ്. 18 വയസ്സ്, 20 വയസ്സും 21 വയസ്സും ഒക്കെയുള്ള കുട്ടികൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അവരെ എന്ത് വില കൊടുത്തും രക്ഷിക്കാനായിട്ട് കുറേ ആളുകൾ തുനിഞ്ഞിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ മാനസികാവസ്ഥ അവരിൽ ഉണ്ടാവുന്നതിന് ഒരു പങ്ക് തീർച്ചയായിട്ടും അവരെ വളർത്തി വലുതാക്കുന്ന അച്ഛനമ്മമാർക്കാണ്. സ്നേഹം എന്നുള്ള ഒരു പദത്തിൻ്റെ അർത്ഥം പോലും എന്താണ് എന്നറിയാത്തൊരു പുതുതലമുറയാണ് വളർന്നുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ള ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സ്നേഹം അവർക്ക് എന്താണെന്ന് എങ്ങനെയെങ്കിലും പഴയകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, കഥകളിലൂടെയാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തിരിച്ചും അവർക്ക് സ്വന്തം കുടുംബത്തിലുള്ളവരോടും അല്ലെങ്കിൽ സഹജീവികളോടും സമൂഹത്തോടും ആ സ്നേഹ രൂപത്തിൽ പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പകരം അവർ പഠിക്കുന്നത് എന്താ? അങ്ങനെ അവർ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആനന്ദം അവർ കണ്ടെത്തുന്നത്. അപ്പോൾ സത്യത്തിൽ കുട്ടികളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്തുന്നു എന്ന് പറയുന്ന അച്ഛനമ്മമാർ 100%-ലധികം തെറ്റുകാരാണ്. സ്നേഹം എന്നുള്ളത് വാക്കുകളെ കൊണ്ട് പറയുകയല്ല വേണ്ടത്, അത് പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ സ്നേഹരൂപത്തിൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കാനും നമുക്ക് ബാധ്യതയില്ലേ? ഇന്നത്തെ ഈ ഭൗതിക ജീവിതത്തിൽ രണ്ടുപേർക്കും ജോലിയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്ന അവസരത്തിൽ കുട്ടികളെ നോക്കുന്നത് ഒരുപക്ഷെ ആയമാരായിരിക്കും. അതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ആത്മാർത്ഥതയുള്ള ധാരാളം ആയമാരുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആയമാർക്കാണോ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം വേണ്ടത്? അപ്പോൾ ആ സ്വന്തം കുട്ടികളെ പോലും വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ ഭാവിക്ക് അല്ലെങ്കിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറ്റുന്നതിന് പകരം തൻ്റെ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പഠിച്ച കാര്യത്തിന് ജോലി ചെയ്യണം എന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് ഈ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനർത്ഥങ്ങൾ ലോകത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ അച്ഛനമ്മമാരും ഈ ഭക്ഷണം കഴിക്കുമ്പോഴായാലും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന അവസരത്തിൽ കുട്ടികളുടെ വാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാതെ കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ വളർത്തിയെടുത്ത് എങ്കിൽ മാത്രമേ നമുക്കും വയ്യാണ്ടാവുന്ന ഒരവസരത്തിൽ
അവരെ കൊണ്ട് അല്ലെങ്കിൽ ഒരു തണലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും വകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നത്തെ അവസരത്തിൽ ആ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പേനാകത്തി കൊണ്ടാണോ ഹരിശ്രീ കുറിക്കേണ്ടത്? കട്ടച്ചോര കൊണ്ടാണോ ജ്യൂസ് അടിക്കേണ്ടത്? ആ ജ്യൂസ് എടുത്താണോ സോഡാ സർബത്ത് അടിക്കേണ്ടത്? വഴി തെറ്റാനുള്ള അവകാശം അവർക്ക് അനുവദിച്ച് കൊടുക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഇത്തരം കവിതകൾ എഴുതാനുള്ള പ്രചോദനവും നേരത്തെ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. അതുമൂലം തൻ്റെ കുട്ടികൾ എന്തായി തീരണം, എങ്ങനെയായി തീരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ അവകാശം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഴിതെറ്റാനും ഉണ്ട് അവകാശം എന്ന് പറയുന്നത് പോലെ ആ കുട്ടികൾ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് എന്നുള്ള വലിയ സത്യം ഞാൻ അംഗീകരിക്കുന്നു. അത് എല്ലാവരും മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും മനസമാധാനം നമുക്ക് ഉണ്ടാക്കിത്തരാൻ മറ്റൊരാൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്വയം ആർജിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നുള്ള സത്യം എല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതിനുവേണ്ടി അയ്യപ്പസ്വാമി വാളിയപ്പുറത്തമ്മയെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ, വാളിയപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണമയ്യപ്പ, ശ്രീ മഹാദേവിയേ നമഃ.